ഹായ്, വീണ്ടും ഒരു പുതിയ എപ്പിസോഡ്. എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ എഴുതുന്നതും ഇതൊന്നും എനിക്കറിയില്ല. ഞാനും എൻ്റെ ഈ ലൈഫ് കഥ ഇനിയുണ്ട് കുറച്ച് കഥകൾ. കാരണം നമുക്ക് നവചണ്ഡിക ഹോമത്തിലെത്തി എങ്ങനെ എത്തിയെന്ന് പറയണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആ ശിഷ്യൻ എൻ്റെ ലൈഫിലേക്ക് വന്നു. എൻ്റെ കൂടെ എനിക്കൊരു സഹായി, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് എന്നെ സഹായിക്കാൻ ഈ കാര്യങ്ങളിലേക്ക്. അപ്പോൾ ആൾ വന്നോടെ ദേവി എന്നോട് പറഞ്ഞു, വെളുത്തവാവ് സമയങ്ങൾ, വെളുത്തവാവ് ശാക്തയം ചെയ്യുമ്പോൾ എല്ലാം വീടിൻ്റെ പുറത്തോട്ടായി. ഞാൻ ഇവിടെ വെച്ചാണ് ശാക്തയം ചെയ്തത്. ഇതിൻ്റെ അടിയിലേക്കാണ് എൻ്റെ ശാക്തയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശാക്തയ പൂജ അവിടെ ചെയ്യാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ ഒരുപാട് പേര് വരാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം കൂടി എനിക്കിതിൽ പറയണം. ഇത് എൻ്റെ കുടുംബക്ഷേത്രമെന്ന് ഞാൻ പറഞ്ഞില്ല, പള്ളത്ത് തറവാട്. അത് പണ്ട് എവിടെയോ തൃപ്പയാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ തറവാട്. നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടും പേരുണ്ട്, ഒരു തറവാടും ഉണ്ട്. ഇതൊക്കെ ഇന്നിപ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റായിട്ടുണ്ടാവും, ലൈഫ് ഫ്ലാറ്റിലായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ നമുക്ക് ഈ തറവാടുണ്ടായിരുന്നു. ആ തറവാട് മച്ചിലൊരു ഭഗവതി ഉണ്ടായിരുന്നു. ആ തറവാട്ടിൽ ഒരുപാട് പേരും ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മൾ ജീവിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് സ്പ്ലിറ്റായി. അപ്പോൾ ഞാനും ഇന്നൊരു അന്വേഷണത്തിലാണ്. കാരണം പള്ളത്തെ കുടുംബങ്ങൾ, എനിക്ക് ഒരു 12ഓളം കുടുംബം ഞാൻ തിരിച്ചറിഞ്ഞു പള്ളത്ത്. പക്ഷെ ഇനിയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. കാരണം ഒരു കുടുംബം പുത്തൂർ ഭാഗത്തുണ്ടെന്ന് ഞാൻ കേട്ടു. ഇനിയും തൃശ്ശൂരിൻ്റെയും കേരളത്തിലെ പല സ്ഥലത്തും ഉണ്ടെന്ന് അറിയാം. എവിടെയാണെന്ന് എനിക്കറിയില്ല, പള്ളത്ത്. അപ്പോൾ അവരെയും ഞാനിതിൽ ആഗ്രഹിക്കുന്നത്, അവരൊക്കെ എന്നെ അറിഞ്ഞിങ്ങോട്ട് വരുമെന്ന് വിചാരിക്കുന്നു, എൻ്റെ പള്ളത്ത് ദേവിയെ. കാരണം ഇതൊക്കെ അവരെല്ലാവരും ചേരുമ്പോഴാണ് പള്ളത്ത് കുടുംബക്ഷേത്രമാവുന്നത്. കാരണം ഞാൻ മാത്രം, നിങ്ങളെല്ലാവരും ഇതിനും പരിശ്രമിക്കണം. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പരസ്പരം സഹായത്തിനും പല കാര്യങ്ങൾക്കും നല്ലതാണ്. ഇന്ന് പക്ഷെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഇന്ന് നമ്മൾ ലൈഫിൽ ഇടയ്ക്കെങ്കിലും നമ്മളെല്ലാം പരസ്പരം, നമ്മുടെ അങ്കിളും നമ്മുടെ കുടുംബത്തിലെല്ലാവരെയും നമുക്കൊന്ന് കണ്ട് സംസാരിക്കുക. അത് നല്ലൊരു കാര്യമാണ് ലൈഫിൽ. അപ്പോൾ അതിനൊപ്പം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ, അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്കൊരു ദേവി. അതാണ് ശരിക്കും ഓരോ തറവാട്ടിലും മച്ചിലത്തെ ഭഗവതി. ഈ കൺസെപ്റ്റിനെ മറന്നിട്ട് നമ്മൾ, ഈ ദേവിയെ മറന്നിട്ട് നമ്മൾ വലിയ വലിയ അമ്പലങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരു ദേവി ഇരുന്നിട്ട് ആ ദേവിയെ നോക്കാതെ, ഈ ദൈവമോ, കാരണം ചിലർക്ക് വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ, എന്നിട്ട് നമ്മൾ പ്രസിദ്ധമായ അമ്പലത്തിൽ പോയിട്ട് അവിടെ കൊടുത്ത് പൈസ കൊടുക്കും. 50,000, 10,000, 20,000 ലക്ഷങ്ങൾ. ദൈവത്തിന് ലക്ഷങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിലെ ദേവിക്ക് ഒരു വിളക്ക് വെച്ചാൽ മതി. ആ വിളക്ക് വെക്കാൻ എന്താ മടി? അതിനോട് എന്താണ് ഇത്ര അയിത്തം? ഇനി പലരും പറയും വിളക്ക് വെച്ചാൽ പിന്നെ എല്ലാ ദിവസവും വിളക്ക് വെക്കണ്ടേ. ഈ എല്ലാ ദിവസവും ഒരു വിളക്കിൽ കുറച്ചൊരു തിരിയിട്ട് വിളക്ക് കൊളുത്താൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ദേവിക്ക് കുടുംബക്ഷേത്രത്തിൽ ദേവിക്ക് പൂജ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ ചെയ്താൽ മതി. നിങ്ങൾക്കതിനും പറ്റുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ബിസിനസ്സായിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ എൻ്റെ അമ്മയായിരിക്കും വിളക്ക് കൊളുത്തുന്നത്. എനിക്ക് കൊളുത്താൻ പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ ലൈഫുണ്ട്. ദൈവം പറയുന്നില്ല നിൻ്റെ കർമ്മം കളഞ്ഞിട്ട് നീ എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന്. അത് തെറ്റായ ചിന്തയാണ്. നിൻ്റെ പരിശ്രമം, എവറി റിയാക്ഷൻ ആസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ എന്തിനും പരിശ്രമിക്കുന്ന അതിനൊരു ആക്ഷൻ ഉണ്ടാവും. അങ്ങനെ എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ ശാക്തീയ രീതികളെല്ലാം പുറത്തോട്ട് വന്നു. അപ്പോൾ ദേവി ഒരു ദിവസം പറഞ്ഞു, വാളും ചിലമ്പും വേണമെന്ന്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തുള്ളലിനെ കളിയാക്കുന്നില്ലേ, യൂട്യൂബിൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് തുള്ളൽ കാണുമ്പോൾ. പക്ഷെ ആ തുള്ളൽ കണ്ടിരിക്കുന്ന ആൾക്കും, ഇപ്പം ഏത് വിഷ്ണുമായുടെ സ്ഥലത്തായാലും വീരഭദ്രൻ്റെ അടുത്തായാലും ദേവിയുടെ ആയാലും തുള്ളൽ കാണുമ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട്. പുരോഗമനവാദികളും പലരും കളിയാക്കുന്നുണ്ട്. ഈ പറയുന്ന പുരോഗമനവാദികളുടെ വീടുകളിലുണ്ട്. ഓർക്കുക, എന്തിനാണ് ഞാനും ഇത് അറിയാൻ തന്നെയാണ് ശ്രമിച്ചത്. ഇതിലെന്തെങ്കിലും ശക്തി ഉണ്ടോയെന്നും ഇതിലെന്തെങ്കിലും തട്ടിപ്പാണോ എന്ന് തന്നെ അറിയാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാനും വാളും ചിലമ്പും മേടിച്ചു. ദേവി പറഞ്ഞ പോലെ ഞാൻ അത് കൊണ്ടുവച്ചു. പക്ഷെ എൻ്റെ ലൈഫിലും പതുക്കെ പതുക്കെ ശാക്തേയ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ഊർജം കയറാൻ തുടങ്ങി. ഊർജം ഒന്നുമില്ല, ഒരു കളി, ദേഷ്യം, ഉള്ളിലൊരു ദേഷ്യം വരുന്നു ഫീല്. ഞാൻ ചിലരോട് ചോദിക്കുമ്പോൾ ചിലർക്ക് വിറയലാണ്, കാലിൻ്റെ അടുത്ത് തരിപ്പ് വരണമെന്ന് പറഞ്ഞു. ഇത്രേ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ
എനിക്ക് ഈ ദേഷ്യത്തിൽ കൺട്രോളായിട്ട് അതിൽ കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സയൻസായിട്ട് പറഞ്ഞാൽ വേറൊരു ലെവലെത്തുന്നു. ആ ആ സമയത്ത് അതായത് പക്ഷെ അതൊരു ചോദ്യമുണ്ട്, എങ്ങനെ ആ ദേഷ്യം കടന്നു വരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ ചില വിഷ്ണുമായ ചെയ്യുന്ന ആൾക്കാർക്ക് കാലിൽ തരിപ്പ് വന്നുണ്ട്, ചിലർക്ക് ചിരി വന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുന്നു? ഇതൊക്കെ ഒരിക്കലും വരില്ല. കാരണം ഞാൻ ശ്രമിച്ചു നോക്കിയാണ്. ഞാൻ നോർമലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്ലസൻ്റ് സ്മൈൽ, മനസ്സ് ഹാപ്പി ആയിരിക്കും. ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഈ ദേഷ്യം കടന്നു വരുന്നു എനിക്കൊന്നും അറിയില്ല. ആ ദേഷ്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു ലെവലെത്തുന്നുണ്ട്, നമ്മളറിയാതെ വേറെ ലെവലെത്തുന്നുണ്ട്. ആ ദേഷ്യത്തിന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കളിയാക്കുന്ന പലരോടും ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മുടെ സംസ്കാരമാണ്. നമുക്ക് ഒരുപാട് സംസ്കാരം ഇതുണ്ട്, ഈ ഒരു ഊർജ്ജമുണ്ട് എല്ലാ വിഗ്രഹങ്ങളിലും. ഇത് മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഇതേപോലെ ഊർജ്ജങ്ങളുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. ആ സുപ്രീം പവറിൻ്റെ പല രൂപത്തിൽ നമ്മൾ കാണുകയാണ്, പല രീതിയിലും. നമ്മൾ യേശുവായിട്ടും അല്ലാഹുവായിട്ടും ബുദ്ധനായിട്ടും എല്ലാം കാണുന്നത് ഒരു ശക്തിയുടെ പല രൂപങ്ങൾ തന്നെയാണ്. എല്ലാവരെയും ബഹുമാനിക്കാൻ തന്നെയാണ് ഞാനും പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിതിനെ വേറെ രീതിയിൽ കാണരുത്. ഒരിക്കലും ഹിന്ദുത്വം ഇതൊന്നും ആയിട്ടല്ല കാണുന്നത്. നമ്മൾ തിരിച്ചറിയുന്നു, അത് നമ്മുടെ ഒരു മാർഗം. നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ളൊരു മാർഗമാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ഉള്ളിൽ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം തന്നെയാണ് പരബ്രഹ്മം, അല്ലാഹു, അല്ലെങ്കിൽ യേശു, പ്രാർത്ഥിക്കുന്ന ശക്തി. ഞാനങ്ങനെ പറയുന്നു കൃത്യമായിട്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. തിരിച്ചറിയാത്ത ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ലൈഫിൽ. ഞാൻ ഒരുപാട് കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ അറിവുകളായിരുന്നു ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അത്ര അറിവുകളൊന്നും പറഞ്ഞല്ല, ഒരു സാധാരണ വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനാണ് അനുഭവിച്ച കാര്യങ്ങളോ അറിവുകളോ ഒക്കെ പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ വാലും ജലമിലൂടെ ഞാൻ അറിഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഏതോ ഒരു ഊർജ്ജം ആ സമയത്ത് കടന്നു വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പറയുന്ന കോമാളിത്തരങ്ങളല്ലെന്ന് ഞാൻ വീണ്ടും ഇതിലെന്തൊക്കെയോ ശക്തികളുണ്ട്. പിന്നീട് വീണ്ടും എൻ്റെ പൂജയും പ്രാർത്ഥനയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ദേവി ഞങ്ങളോട് പറയുന്നുണ്ട്, പുറത്തോട്ടുള്ള കാര്യങ്ങൾ പുറത്തോട്ട് മാറ്റി വെക്കണമെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു വെക്കണമെന്നുണ്ട്. കാരണം ചിലർ പറയുന്നുണ്ട്, കഴിഞ്ഞ അതിനു മുമ്പ് ഞാൻ തിരുവുത്സവം നടത്തിയെന്ന് പറഞ്ഞില്ലേ. ഈ തിരുവുത്സവം നടത്തിയപ്പോൾ പൂജ ചെയ്യുന്നിടയ്ക്ക് നമ്മുടെ ഉച്ചയ്ക്ക് ചെറിയൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് കൊടുക്കുക, പൂജ കഴിഞ്ഞൊന്നും കാത്തിരിക്കണ്ട. കുഞ്ഞു കുട്ടികൾക്ക് അറിഞ്ഞ് വിശപ്പ് വേണ്ട, അത് ചെയ്തത്. ഞാൻ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഇതിന് ശേഷം തിരുമേനി വെള്ള നിവേദ്യവും പായസ നിവേദ്യവും കൊടുക്കുന്നു ദേവിക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കേണ്ടി, ഇതെന്താ ചോറ് പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചോറ് വേണ്ട, എന്തോ ഒരു പ്രശ്നമുണ്ട്, ദേവിക്ക് എന്താ ചോറ് എന്ന് പറയുന്നത്? ഇതെന്താ രാഹുലേ, എന്തോ അർത്ഥം സംഭവിക്കണം, എന്തോ ചോറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ദേവിക്ക് ചോറ് കൊടുക്കാറുണ്ട്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാതി. അത് മതി. അല്ല, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നില്ലേ ആ ഒരു വിഗ്രഹം വെച്ചാൽ നിവേദ്യങ്ങൾ കൃത്യസമയത്ത് വെക്കണം. ആരാ പറയുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം കൊടുക്കുക. അത് നമ്മുടെ സ്നേഹമായിട്ട് ആളെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം ആൾ ഭക്ഷണം കഴിഞ്ഞില്ലെന്നല്ല, ആളുടെ ഉള്ളിൽ സ്നേഹമാണ്. നമ്മൾ ആ ഒരു ചൈതന്യത്തെ സ്നേഹിക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, നമ്മളൊരു പെറ്റിനെ സ്നേഹിക്കുന്നു. ഒരു കുഞ്ഞു പാവക്കുട്ടിയെ സ്നേഹിക്കില്ലേ, അതേപോലെ സ്നേഹിച്ചാൽ മതി. ആരെയും ദ്രോഹിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ പേടിപ്പെടുത്താണ് ദൈവം എന്ന് പറഞ്ഞിട്ട് പേടിപ്പെടുത്തും. ദൈവത്തിന് ആരെയും ദ്രോഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാനറിയില്ല ദൈവത്തിന്. നിങ്ങളിപ്പോൾ ഒരു കാര്യം, പല അന്ധവിശ്വാസങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യന് ആചാരങ്ങളുണ്ടാക്കി. സത്യത അതല്ല സംഭവിച്ചത്. ഒന്ന് പുറകോട്ട് സഞ്ചരിക്കാം. കാരണം ഭൂമിയിൽ മനുഷ്യനുണ്ടെങ്കിൽ ഒരു ഊർജ്ജം വേണം. ചെടികളും ഈ പറയുന്ന പ്രപഞ്ചവും
ഗ്രഹങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ എന്തോ ഒരു ഊർജ്ജം അതിലുണ്ടാവാം. ആ ജീവൻ്റെ കണികളുണ്ടായി. പിന്നെ ആ ജീവൻ്റെ കണികയിൽ നിന്നാണ് നമ്മൾ എത്തിയത്. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഞാൻ സത്യം ശിവം സുന്ദരത്തിൻ്റെ അർത്ഥം വീണ്ടും ഞാൻ വ്യക്തമാക്കാൻ വന്നത്. കാരണം എനിക്ക് മനസ്സിലായ ഒരു അർത്ഥമാണ് റിയാലിറ്റി, സത്യം, ട്രൂത്ത്. നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന് നമ്മൾ പറയുന്ന ഡെവലപ്മെൻറ്റ്, വികസനം എന്ന് പറയുന്നു. നമ്മൾ പരിവർത്തനങ്ങൾ സംഭവിക്കും. നമുക്ക് നമ്മൾ ഡ്രസ്സുകളും ഭക്ഷണ രീതികളും പലതിലും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പല മതങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അത് മനുഷ്യ നന്മയ്ക്ക് തന്നെയാണ് മതങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ അത് തെറ്റായി ചിലർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. ഒരു മതവും ആരെയും ദ്രോഹിക്കാൻ പറയില്ല. എല്ലാ മതങ്ങളും എല്ലാവരും സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നല്ലതേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അത് തെറ്റായിട്ട് എല്ലാവരും എടുക്കുന്നു. അതാണ് പ്രശ്നം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് ബാക്കി പറയാം. ഒരുപാട് പറയാനുണ്ട്. ഇത് പൂർണ്ണമാണെങ്കിൽ വീണ്ടും ഒരു എപ്പിസോഡ്. ഓക്കെ, നമുക്ക് കാണാം. ടാറ്റാ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.